ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു യുഗം കൂടി അവസാനിക്കുകയാണ്. 1.5 പതിറ്റാണ്ടായി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നെടുംതൂണായ മുൻ നായകൻ വിരാട് കോഹ്ലി ടെസ്റ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷം 2020-ൽ നിന്ന് വിരമിച്ച വിരാട് കോഹ്ലി ഇനി ഏകദിനത്തിൽ മാത്രമേ ഇന്ത്യൻ കുപ്പായമണിയൂ. ടെസ്റ്റിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിജയം സമ്മാനിച്ച നായകനാണ് കോഹ്ലി. 123 ടെസ്റ്റ് കളിച്ച കോഹ്ലി 9230 റൺസ് അടിച്ചെടുത്തിട്ടുണ്ട്. രോഹിത് ശർമ്മയുടെ വിരമിക്കലിന് പിന്നാലെയാണ് കോഹ്ലിയുടെയും പ്രഖ്യാപനം. മഹേഷ് പോലോ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. മഹേഷ്, ആരാധകരെ സംബന്ധിച്ചൊരു പക്ഷേ അത് അപ്രതീക്ഷിതം എന്ന് തന്നെ പറയാം. എങ്കിലും ഈ ടെസ്റ്റിൽ നിന്നുള്ള കോഹ്ലിയുടെ വിരമിക്കൽ പ്രഖ്യാപനം അത് ടീമിനെ സംബന്ധിച്ച്, ആരാധകരെ സംബന്ധിച്ച് എത്ര വിഷമകരമായ, സങ്കടകരമായ ഒരു വാർത്തയാണ്? തീർച്ചയായും ദിവ്യ, വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ മറ്റൊരു യുഗത്തിന് കൂടി പര്യവസാനമാവുകയാണ്, മറ്റൊരു ഇതിഹാസം കൂടി കളമൊഴിയുകയാണ്. കാരണം നമുക്കറിയാം, ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരുപാട് ഇതിഹാസങ്ങൾ ഇതിനു മുൻപ് പിറവിയെടുത്തിട്ടുണ്ട്. ഇപ്പം കപിൽ ദേവിൻ്റെ കാലം കഴിഞ്ഞ്, സച്ചിൻ ടെണ്ടുൽക്കറുടെ കാലം കഴിഞ്ഞ്, പക്ഷെ പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രതീക്ഷ അർപ്പിച്ചത് മുഴുവൻ വിരാട് കോഹ്ലി എന്ന് പറയുന്ന താരത്തിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പടിയിറക്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നു എന്ന് പറയുമ്പോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ തന്നെയാണ്. ആ നിരാശ എന്ന് പറയുന്നത് അദ്ദേഹം രാജ്യത്തിനായി കളിച്ചപ്പോൾ, അല്ലെ ഇന്ത്യക്കായി കളിച്ച സമയത്ത് നേടിയ റൺസുകൾ, അല്ലെങ്കിൽ ഇരട്ട സെഞ്ചുറികൾ, ഫോറുകൾ, സിക്സറുകൾ, അതിനേക്കാൾ ഉപരിയായി വിരാട് കോഹ്ലി എന്ന താരത്തിൻ്റെ കളിയഴക്, അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് കളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അഗ്രസീവായിട്ടുള്ള നോട്ടങ്ങൾ പോലും ക്രിക്കറ്റ് ആരാധകർ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ടെസ്റ്റിൽ നിന്ന് വിട പറയുമ്പോൾ അതൊരു വല്ലാത്ത നഷ്ടം തന്നെയാണ്, വലിയ സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. നോക്കൂ, 2011 അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ജേഴ്സിയിൽ, വൈറ്റ് ജേഴ്സിയിൽ, വെള്ള ജേഴ്സിയിൽ അദ്ദേഹം ആദ്യമായി കളിക്കാൻ ഇറങ്ങുന്നത്. ജൂൺ 20 കിങ്സ്റ്റണിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ. അവിടെ നിന്ന് ഇങ്ങോട്ട് 14 വർഷത്തെ അദ്ദേഹത്തിൻ്റെ കരിയർ എടുത്ത് നോക്കുമ്പോൾ 123 മത്സരങ്ങൾ, അതിൽ 209 ഇന്നിങ്സാണ് അദ്ദേഹം കളിച്ചത്. അതിൽ 9230 റൺസ്, ഒരു 700 റൺസ് കൂടി അടിച്ചിരുന്നെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ 10000 റൺസ് നേടുന്ന താരം എന്നുള്ള ഒരു നേട്ടത്തോടു കൂടിയൊക്കെ അദ്ദേഹത്തിന് വിട പറയാമായിരുന്നു. അതിന് പക്ഷേ അദ്ദേഹം കാത്തുനിന്നില്ല. അതിലേറ്റവും പ്രധാന കാരണം, കഴിഞ്ഞ 5 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനത്തിൽ അദ്ദേഹത്തിന് തന്നെ സ്വയം തോന്നിയിട്ടുണ്ടാകാം, എൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിൽ എൻ്റെ കുപ്പായത്തിന് നിറം മങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. കാരണം 37 മത്സരങ്ങൾ കളിച്ചിട്ട് കോഹ്ലിക്ക് കഴിഞ്ഞ 5 വർഷത്തിനിടെ നേടാനായത് 1990 റൺസാണ്. 2000 റൺസ് തികയ്ക്കാൻ പോലും കഴിഞ്ഞ 5 വർഷത്തിനായില്ല. മാത്രമല്ല, കഴിഞ്ഞ ഓസ്ട്രേലിയൻ സീരീസിൻ്റെ മത്സരങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ നിരന്തരം അദ്ദേഹത്തെ പന്ത് ബീറ്റ് ചെയ്ത് പോകുമ്പോൾ തന്നെ വലിയ താരങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കളിക്ക് എന്തു പറ്റി എന്നുള്ളൊരു സംശയമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. ആ സമയത്തും കോഹ്ലി തൻ്റെ സഹതാരങ്ങളോട് ഇതെൻ്റെ ഒരു പക്ഷേ എൻ്റെ അവസാന ടെസ്റ്റ് മത്സരമായേക്കാം എന്ന സൂചനകളൊക്കെ കൊടുത്തിരുന്നു. യഥാർത്ഥത്തിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം 1-2 പന്ത് ബീറ്റ് ചെയ്ത് പോയാലും കോഹ്ലി 3-ാം പന്തിൽ ഒരു മനോഹരമായ ഒരു കവർ ഡ്രൈവ് നേടി തിരിച്ചെത്തും എന്ന് നമ്മൾ പല സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം തിരിച്ചു വരുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് ഈ വിരമിക്കൽ പ്രഖ്യാപനം. ആ വിരമിക്കൽ പ്രഖ്യാപനത്തിലേക്ക് മറ്റൊരു കാരണം കൂടി ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒപ്പം മറ്റൊരു ലെജൻഡ് ആയിട്ടുള്ള രോഹിത് ശർമ്മ, അദ്ദേഹത്തിൻ്റെയും വിട പറയൽ കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. അപ്പോൾ കോഹ്ലി രോഹിത് കോമ്പിനേഷൻ കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ ആസ്വദിച്ച് വരികയായിരുന്നു. അപ്പം അത് രോഹിത് വിരമിച്ച ഉടനെ തന്നെ കോഹ്ലിയുടെയും ഒരു വിരമിക്കൽ. വിദേശ മണ്ണിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത ക്യാപ്റ്റന്മാരുടെ പട്ടിക എടുത്തു നോക്കുകയാണെങ്കിൽ അതിന് മുകളിൽ നമുക്ക് കോഹ്ലിയെ നമുക്ക് കാണാം. 2018 ഓസ്ട്രേലിയൻ പര്യടനം, ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യ ആ നേട്ടം നേടിയത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ, ഇംഗ്ലണ്ടിനെതിരെയൊക്കെ ചരിത്ര വിജയങ്ങൾ നമ്മൾ കോഹ്ലിയുടെ കുപ്പായത്തിൽ നേടിയിട്ടുണ്ട്. ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം 68 തവണ ഇന്ത്യയെ നയിച്ചു. 40-ലും ഇന്ത്യക്ക് ജയം അദ്ദേഹം സമ്മാനിക്കാൻ. എന്തായാലും വലിയ നിരാശയാണ്, നഷ്ടമാണ്. പക്ഷേ ക്രിക്കറ്റാണ്. 37 വയസ്സ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വിരാട് കോഹ്ലിയെ ഏകദിനത്തിൽ മാത്രമേ കാണാൻ കഴിയൂ.